ഹായ് എവ്രിവൺ, എൻ്റെ പേര് നാജിദ ഷറഫ്. ലേൺ വൈസിലെ എക്കണോമിക്സ് ഫാക്കൽറ്റി ആണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമി യൂണിറ്റ് 1 ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ യൂണിറ്റ് 1 സെൻട്രൽ പ്രോബ്ലംസ്, PPC അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കിയായിരുന്നു. യൂണിറ്റ് 1ന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. യൂണിറ്റ് 1 ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് പോർഷൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കിടക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് എക്കണോമിക്സ് മെത്തഡോളജി ആൻഡ് എക്കണോമിക് ലോസ്. എക്കണോമിക്സ് മെത്തഡോളജി എന്ന് പറയുമ്പോൾ എക്കണോമിക്സിന് ഒരു സയന്റിഫിക് നേച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. എക്കണോമിക്സിലെ പല കാര്യങ്ങൾക്കും സയൻസുമായിട്ട് റിലേഷൻ ഉണ്ട്. സോ എക്കണോമിക്സ് ഈസ് എ സയൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ സയൻസിൽ എങ്ങനെയാണ് ഒരു കാര്യം പഠിക്കുന്നത്? ഒരു കാര്യം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ ടെസ്റ്റ് ചെയ്ത് പല പല എക്സ്പെരിമെന്റ് നടത്തിയിട്ടായിരിക്കും ഒരു കാര്യത്തിനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എക്കണോമിക്സിലും. എക്കണോമിക്സിലും നമ്മൾ എന്തെങ്കിലും തിയറിയോ ലോസോ ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറെ അസംഷൻസ് വെക്കും. അതിന്റെ ബേസിൽ അതിനെ ക്ലാസിഫൈ ചെയ്യും, ഡിസ്ക്രൈബ് ചെയ്യും, അനലൈസ് ചെയ്യും. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു ലോ അല്ലെങ്കിൽ തിയറിയെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ എക്കണോമിക്സിനും എന്തിന്റെ നേച്ചർ തന്നെയാണ്? സയൻസിന്റെ നേച്ചറും തന്നെയാണ്. സയൻസിലും ഇങ്ങനത്തെ പല ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ് ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവരുന്നത്. എക്കണോമിക്സിലും അതുപോലെ പലതരത്തിലുള്ള ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ് ഒരു കോൺസെപ്റ്റിനെ പബ്ലിഷ് ചെയ്യുന്നത്. സയൻസിൽ നമുക്ക് എപ്പോഴും എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു ആൻസർ കാണും. ഇത് എന്തുകൊണ്ട് എങ്ങനെ വന്നത്, ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായ ആൻസർ ഉണ്ട്. അതുപോലെ എക്കോണമിസ്റ്റും വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് ഈ എല്ലാ തിയറീസിലും ലോസിലും ആൻസർ ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ആ ഒരു ചോദ്യത്തിന് കൃത്യമായ ആൻസർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രൈസ് ചേഞ്ചസ്. എന്തുകൊണ്ടാണ് എക്കോണമിയിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത്? അതിന്റെ ആൻസർ ഡിമാൻഡും സപ്ലൈയിലും ചേഞ്ച് വരുന്നത് കൊണ്ടാണ് പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അവിടെ എന്തുണ്ട്? ഒരു കൃത്യമായ ആൻസർ കിട്ടുന്നുണ്ടല്ലോ. സോ എക്കണോമിക്സിന്റെ പല കാര്യങ്ങളും നോക്കിയാൽ നമുക്ക് എന്താ സയൻസുമായിട്ട് തന്നെയാണ്. സോ എക്കണോമിക്സിന് ഒരു സയന്റിഫിക് നേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ എക്കണോമിക്സ് ഈസ് എ സയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എക്കണോമിക് ലോസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ആൽഫ്രഡ് മാർഷൽ പറയുന്നുണ്ട്, എക്കണോമിക്സിലെ മിക്ക ലോസിനും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മണിയുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന്. അത് കാണാതിരിക്കുമോ? കാരണം എന്താ, എക്കണോമിക്സ് എന്ന് പറയുന്നത് തന്നെ വെൽത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. സോ എക്കണോമിക്സിലെ ഏത് ലോസ് എന്ന് പറയുമ്പോൾ എന്താ? നിയമങ്ങൾ. ഇപ്പൊ ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അങ്ങനെ ഏത് ലോ എടുത്ത് നോക്കിയാലും ശരി, അതിനെന്താ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എന്തുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്? മണിയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഈ എക്കണോമിക് ലോസിൽ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻ പറയും. ഇത് എന്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, അതുകൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് എന്തിൽ പറയുന്നുണ്ട്? എക്കണോമിക് ലോസിൽ പറയുന്നുണ്ട്. സോ എക്കണോമിക്സ് മെത്തഡോളജിക്കകത്ത് എക്കണോമിക്സിന് ഒരു സയന്റിഫിക് നേച്ചർ ആണ്. സയൻസിൽ എങ്ങനെയാണ് ഒരു കോൺസെപ്റ്റിനെ പ്രൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് എക്കണോമിക്സിലും പല പല അസംഷൻസിന്റെയും ടെസ്റ്റിങ്ങിന്റെയും ക്ലാസിഫിക്കേഷന്റെയും അനലൈസിന്റെയും ബേസിലാണ് ഒരു കാര്യത്തെ പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സിൽ സയൻസിനെ പോലെ തന്നെ വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് ആൻസർ കിട്ടുന്നുണ്ട്. എക്കണോമിക് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കോ അതിനെല്ലാം ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സിൽ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻ, എന്തുകൊണ്ടാണ് ഈ തിയറീസ് അല്ലെങ്കിൽ ലോസ് ഫോർമുലേറ്റ് ചെയ്തത്, ഇതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് എന്താണ് എന്നെല്ലാം കൃത്യമായിട്ട് എന്തിൽ പറയാറുണ്ട്? എക്കണോമിക് ലോസിൽ പറയാറുണ്ട്. നെക്സ്റ്റ്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. നമുക്കൊരു എക്കണോമിക്സിലെ ലോസിന്, നിയമങ്ങളെ അല്ലെങ്കിൽ തിയറീസിന് രണ്ട് രീതിയിൽ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് വെച്ചാൽ ബോട്ടം അപ്പ് അപ്രോച്ച്, താഴെ നിന്ന് മുകളിലോട്ട്. അതായത് ഒരു സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്ന് ജനറൽ കൺക്ലൂഷനിൽ എത്തുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഞാനിപ്പോ പറയുന്നു, ഈ ക്ലാസ്സിൽ ആ രമ്യ, അമ്മുവും അപ്പും ഒക്കെ കുരുത്തം കെട്ട കുട്ടികളാണ്, അതുകൊണ്ട് ആ ക്ലാസ്സേ കുരുത്തം കെട്ട കുട്ടികളാണെന്ന് പറയുന്നു. അപ്പൊ എന്താ, ആ 2-3 പേരുടെ കാര്യം വെച്ചിട്ട് ഹോൾ ക്ലാസ്സിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഒരു സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്ന് ജനറൽ കൺക്ലൂഷൻ എത്തുന്നതിനെയാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് റീസണിങ് നേരെ തിരിച്ചാണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച്, മുകളിൽ നിന്ന്
താഴോട്ട് വരുന്നു. ഞാൻ പറയുന്ന ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കുരുത്തം കെട്ട കുട്ടികളാണ്. അതുകൊണ്ട് അപ്പവും അമ്മവും കുരുത്തം കെട്ട കുട്ടികളാണെന്ന് പറയുന്നു. അവിടെ എന്താ ഒരു ജനറലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സ്പെസിഫിക് കൺക്ലൂഷനിൽ എത്തുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തത്, അല്ലാതെ ഒന്നുമല്ല, പെട്ടെന്നൊന്നും തലയിൽ കയറാനായിട്ട്. അപ്പൊ എന്താണ് ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഫാക്ടറിൽ നിന്ന് ജനറൽ കൺക്ലൂഷനിൽ എത്തുന്നു. ഡിഡക്റ്റീവ് റീസൺ എന്നോ ഒരു ജനറൽ കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് കൺക്ലൂഷനിൽ എത്തുന്നു. സോ ഇതിൽ ഏതായിരിക്കും ശരിയാവാനുള്ള ചാൻസ് കൂടുതൽ? ഡിഡക്റ്റീവ് റീസൺ തന്നെ ആയിരിക്കും. കാരണം എന്താ, ജനറലി മൊത്തത്തിൽ അങ്ങനെയാണ്, അതുകൊണ്ട് ഇതും അങ്ങനെയാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരു ജനറൽ കൺക്ലൂഷനിൽ നിന്ന് സ്പെസിഫിക്കിൽ എത്താനായിരിക്കും ചാൻസ് കൂടുതൽ. ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് മേ ബി പ്രോബബിളി ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു 1-2 പേരുടെ സ്വഭാവം വെച്ചിട്ട് ഒരു ക്ലാസ്സിനെ മൊത്തത്തിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബട്ട് ഹോൾ ക്ലാസ് അങ്ങനെയാണെങ്കിൽ അതിന് ഇവരും ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നതിൽ എന്താണ് അത്രത്തോളം തെറ്റുള്ള ഒരു ലോജിക്കലി ശരിയാകുന്നുണ്ട്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ടീച്ചർ 2-3 ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ എക്സാമ്പിൾ ആണ്. ടീച്ചർ 2-3 ദിവസമായിട്ട് PPT യൂസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തത്. സോ അതുകൊണ്ട് നാളെയും അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലും എന്താണ് PPT യൂസ് ചെയ്തായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അവിടെ എന്താ ഒരു സ്പെസിഫിക് ഫാക്ടർ 1-2 ദിവസം അങ്ങനെ എടുത്തു എന്ന് വെച്ചിട്ട് നാളെയും അല്ലെങ്കിൽ ഇനി മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കും എടുക്കുന്നു എന്ന് പറയുന്നത്. സോ അവിടെ സ്പെസിഫിക്കലിൽ നിന്ന് ജനറലിലെത്തി. ഡിഡക്റ്റീവ് റീസണിംഗില് നമ്മൾ ജനറൽ, ഇപ്പം എല്ലാ മനുഷ്യരും മരിക്കും, സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, സോ സോക്രട്ടീസും എന്ത് ചെയ്യും, മരിക്കും എന്ന് പറയുന്നു. ജനറലി ഒരു ഫാക്ടർ പറഞ്ഞിട്ട് അതിൽ നിന്ന് സ്പെസിഫിക് കൺക്ലൂഷനിൽ എത്തുന്നു. ഒന്നുമില്ല, ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ബോട്ടം ഡൗൺ ഒരു സ്പെസിഫിക് കാര്യം വെച്ചിട്ട് ഒരു ജനറൽ കൺക്ലൂഷൻ പറയുന്നു. ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ടോപ്പ് ഡൗൺ ഒരു ജനറൽ ഫാക്ടർ വെച്ചിട്ട് അതിൽ നിന്ന് സ്പെസിഫിക് കൺക്ലൂഷൻ വരുന്നുണ്ട്. റിയാലിറ്റി അല്ലെങ്കിൽ ലോജിക്കുമായിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ ശരി ഏതാണ്, ഡിഡക്റ്റീവ് റീസണിംഗ് ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബാലൻസിങ് സ്റ്റേറ്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്കും അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം കാണത്തില്ല. കാരണം എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നടന്നു, എനിക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, ഇനി അങ്ങോട്ടൊരു ചേഞ്ചിന്റെ യാതൊരു തരത്തിലുള്ള ആവശ്യവും ഇല്ലാത്ത പോയിന്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു ബാലൻസിങ് സ്റ്റേറ്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സാധാരണ ഒരു എക്കോണമിയിൽ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കുന്നത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിലാണ്. ഈ ഡയഗ്രത്തിൽ നോക്കി അറിയാം, ഡിമാൻഡും സപ്ലൈ കർവും കൂടെ കൂട്ടിമുട്ടിയ പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പലർക്കും പല രീതിയിലാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കൺസ്യൂമറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാം. ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാവണം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാൻ യൂസ് ചെയ്ത അല്ലെങ്കിൽ ചെലവഴിച്ച തുകയിൽ നിന്ന് അദ്ദേഹത്തിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഒരു കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാൻ ചെലവാക്കിയ തുകയിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൺസ്യൂമർ എന്തിലാണെന്ന് പറയാം, ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഇപ്പൊ ഞാനൊരു 1000 രൂപ ഞാൻ ചെലവാക്കി, ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങിക്കാൻ ചെലവാക്കി. ആ 1000 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചതിന് എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല, എനിക്ക് അതിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്തു. സോ അതാണ് എന്റെ ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും എല്ലാ മാസവും ഇതേ സാധനങ്ങൾ തന്നെ ഈ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം, അപ്പൊ എനിക്ക് എന്താ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് പറയും. ആ പോയിന്റ് ഞാൻ ചേഞ്ച് ചെയ്യത്തതേ ഇല്ല. സോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന തുകയിൽ നിന്ന് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റിനെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ഒരു ബിസിനസ് ഫേം എപ്പോഴായിരിക്കും ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. ഒരു പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുമ്പോഴായിരിക്കും. നമ്മൾ പർച്ചേസ് ചെയ്ത റിസോഴ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെങ്കിൽ അപ്പോഴാണ് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ് എന്തിലെത്തുന്നത്? ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനിൽ റീച്ച് ചെയ്യുന്നത്. എങ്ങനെയാണ്? നമ്മൾ പർച്ചേസ് ചെയ്ത റിസോഴ്സസ് യൂസ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെങ്കിൽ അതാണ് ഒരു ബിസിനസ് യൂണിറ്റിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഒരു റിസോഴ്സ് ഓണർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്?
എന്റെ കയ്യിൽ ലാൻഡ് എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ഉണ്ട്. ഞാൻ അത് റെന്റിന് കൊടുക്കുവാണ്. എനിക്ക് എന്ത് കിട്ടും? റെന്റ് അല്ലെങ്കിൽ വാടക കിട്ടും. മാക്സിമം പ്രൈസ് എനിക്ക് അവിടെ കിട്ടുവാണെങ്കിൽ ഞാൻ എന്താണ് ഹാപ്പിയായി, ഞാൻ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ ലേബർ ആണ്, ഞാൻ എന്റെ സ്കിൽസ് ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യുവാണ്. എന്റെ സ്കിൽസിന് മാക്സിമം ഇൻകം കിട്ടുവാണെങ്കിൽ ഞാൻ എന്തിലാണെന്ന് പറയാം? സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. സോ റിസോഴ്സിന് മാക്സിമം പ്രോഫിറ്റോ ഇൻകമോ കിട്ടിയാൽ റിസോഴ്സ് ഓണറും എന്താണ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനിൽ റീച്ച് ചെയ്യും. അപ്പൊ ഞാൻ എനിക്കുള്ള ലാൻഡ് എന്ന് പറയുന്ന റിസോഴ്സ് റെന്റിന് കൊടുക്കുമ്പോൾ മാക്സിമം പ്രൈസ് കിട്ടിയാൽ ഞാൻ ഇക്വിലിബ്രിയത്തിലായി. അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ലേബർ എന്റെ സ്കിൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മാക്സിമം ഇൻകം കിട്ടിയാൽ ഞാൻ എന്തിലായെന്ന് പറയാം? ഇക്വിലിബ്രിയത്തിലായെന്ന് പറയാം. ഇനി എക്കോണമി. ഒരു എക്കോണമി എപ്പോഴായിരിക്കും ഇക്വിലിബ്രിയത്തിലാകുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു. എപ്പോഴാണ് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് ഒരു എക്കോണമി എന്തിലെത്തുന്നത്? ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. സോ കുറച്ചു പേര് ഇക്വിലിബ്രിയം കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? കൺസ്യൂമർ. കൺസ്യൂമർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത്? താൻ സ്പെൻഡ് ചെയ്യുന്ന തുകയിൽ നിന്ന് തനിക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലായി. പ്രൊഡ്യൂസർ താൻ പർച്ചേസ് ചെയ്ത റിസോഴ്സസ് യൂസ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ മാക്സിമം പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ എന്തായി? ഇക്വിലിബ്രിയത്തിലെത്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനിലെത്തി. റിസോഴ്സ് ഓണർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത്? തന്റെ റിസോഴ്സിന് മാക്സിമം പ്രൈസ് അല്ലെങ്കിൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ റിസോഴ്സ് ഓണർ ഇക്വിലിബ്രിയത്തിലായി. ഒരു എക്കോണമി എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാകുന്നത്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് ഒരു എക്കോണമി എന്തിലെത്തുന്നത്? ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. ഇക്വിലിബ്രിയത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റഡി ചെയ്യാം. ജനറൽ ഇക്വിലിബ്രിയവും ഉണ്ട്, പാർഷ്യൽ ഇക്വിലിബ്രിയവും ഉണ്ട്. ജനറൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എല്ലാ മാർക്കറ്റിന്റെയും ഇക്വിലിബ്രിയത്തിനെ സൈമൾട്ടേനിയസ്ലി സ്റ്റഡി ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം, ഒരു പെർട്ടിക്കുലർ ടൈം, ഒരു സെയിം ടൈമിൽ തന്നെ എല്ലാ മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയത്തിനെയും സ്റ്റഡി ചെയ്യും. പ്രോഡക്റ്റ് മാർക്കറ്റ് ഉണ്ട്, ലേബർ മാർക്കറ്റ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലെ എല്ലാ ഇക്വിലിബ്രിയത്തിനെയും ഒരേ സമയത്ത് പഠിക്കുന്നതിനെയാണ് ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ചേഞ്ച് വന്നപ്പോൾ ലേബർ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഇക്വിലിബ്രിയത്തിൽ ചേഞ്ച് വന്ന, അല്ലെങ്കിൽ ലേബർ മാർക്കറ്റിൽ ചേഞ്ച് വന്നപ്പോൾ പ്രോഡക്റ്റ് മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയത്തിൽ എന്ത് ചേഞ്ച് വന്നു, അങ്ങനെ എല്ലാ മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയത്തിന് ഒരു സെയിം ടൈമിൽ പഠിക്കുന്നതിനെയാണ് ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പാർഷ്യൽ ഇക്വിലിബ്രിയോ നേരെ തിരിച്ചു. ഒരു പെർട്ടിക്കുലർ ടൈമിലോ ഒരു സിംഗിൾ മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയത്തെ കുറിച്ച് മാത്രം സ്റ്റഡി ചെയ്യുന്നതാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്താണ്? ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു സിംഗിൾ മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയത്തെ കുറിച്ച് മാത്രം സ്റ്റഡി ചെയ്യുന്നതാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് അവിടെ സിംഗിൾ പ്രോഡക്റ്റ് മാർക്കറ്റ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റില് മാർക്കറ്റിനെ കുറിച്ച് മാത്രം നമ്മൾ പഠിക്കുന്നു. അപ്പൊ ജനറൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ? അറ്റ് ദ സെയിം ടൈം എല്ലാ മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയത്തിനെയും കുറിച്ച് പഠിക്കുന്നു. പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റില് ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിലെ ഇക്വിലിബ്രിയത്തെ കുറിച്ച് മാത്രം പഠിക്കുന്നു. സോ ക്ലിയർ ആയല്ലോ? ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബാലൻസിങ് സ്റ്റേറ്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇനി എനിക്ക് ആ പോയിന്റിൽ നിന്ന് മാറണ്ട എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് പോസിറ്റീവ് വേഴ്സസ് നോർമേറ്റീവ് എക്കണോമിക്സ്. എക്കണോമിക്സിന് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും. പോസിറ്റീവ് എക്കണോമിക്സ്, ഇത് ഈ ഡയഗ്രത്തിൽ നോക്കി അറിയാം. പോസിറ്റീവ് എക്കണോമിക്സ് പാറ്റേൺ കൊടുത്തിരിക്കുന്നു, നോർമേറ്റീവിന് നമ്മളിങ്ങനെ ഒരു ത്രാസിന്റെ രൂപത്തിൽ കൊടുത്തിരിക്കുന്നു. സോ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഫാക്ട്സിനെ ബേസ് ചെയ്ത് ആ ഉള്ള കാര്യത്തെ ഒരു ലോ അല്ലെങ്കിൽ തിയറി ആയിട്ട് അവതരിപ്പിക്കുന്നതിനെയാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഫാക്റ്റിനെ ബേസ് ചെയ്ത് അത് അവതരിപ്പിച്ചൂന്നേ ഉള്ളൂ. അത് ഇനിയും വരുന്ന കാലങ്ങളിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുവോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും മാറ്റത്തിന്റെ ആവശ്യമുണ്ടോ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന യാതൊരു വാല്യൂ ജഡ്ജ്മെന്റും പോസിറ്റീവ് എക്കണോമിക്സിലില്ല. കുറച്ച് ഫാക്ട്സിനെ ബേസ് ചെയ്ത് ഒരു ലോ അല്ലെങ്കിൽ തിയറി ഫോർമുലേറ്റ് ചെയ്ത് അത് അതുപോലെ അവിടെ വെക്കുന്നു. എന്നാൽ അത് ശരിയാണോ തെറ്റാണോ, ഇതിൽ ചേഞ്ച് വരാമോ, യാതൊരു തരത്തിലുള്ള ടോപ്പിക്കും പോസിറ്റീവ് എക്കണോമിക്സിൽ എന്ത് ചെയ്യുന്നില്ല? ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. എന്നാൽ നോർമേറ്റീവ് എക്കണോമിക്സ് അങ്ങനെയല്ല. നോർമേറ്റീവ് എക്കണോമിക്സിൽ പറയുന്നുണ്ട് എക്കോണമി ഒരിക്കലും പെർഫെക്റ്റ് അല്ല, എക്കോണമിയിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും.
സോ അതുകൊണ്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഈ ഒരു ലോസിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഇങ്ങനെയാണോ, ഇത് ഇങ്ങനെ തന്നെയാണോ വരേണ്ടത്, ഇത് അങ്ങനെയല്ലേ? അതൊരു വാല്യൂ ജഡ്ജ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ത് പറയുന്നു? എക്കണോമി എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്റ്റ് അല്ല. എക്കോണമിയിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ലോസ് അല്ലെങ്കിൽ തിയറീസിലും എന്ത് വരും? ചേഞ്ചസ് വരും. സോ ഇവിടെ റിയൽ വേൾഡുമായിട്ട് കണക്ഷൻ ഏതിനാ? പോസിറ്റീവിനാണോ നോർമേറ്റീവിനാണോ? നോർമേറ്റീവിന് തന്നെയാണ്. കാരണം എന്താ? പോസിറ്റീവില് ജസ്റ്റ് ഫാക്ട്സിനെ ബേസ് ചെയ്തു അത് അവിടെ അവതരിപ്പിച്ചു, അത്രേ ഉള്ളൂ, അതോടെ തീർന്നു. അത് ശരിയാണോ തെറ്റാണോ പിന്നീടും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന ഒരു കാര്യവും ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നാൽ നോർമേറ്റീവ് എക്കണോമിക്സിൽ എങ്ങനെയാണ്? ചുമ്മാ അവതരിപ്പിക്കുക മാത്രമല്ല, ഇത് ശരിയാണോ തെറ്റാണോ, ഫ്യൂച്ചറിൽ ഇങ്ങനെ തന്നെയാണോ തുടങ്ങിയ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് നോർമേറ്റീവ് എക്കണോമിക്സിൽ വരുന്നുണ്ട്. സോ റിയാലിറ്റിയുമായിട്ട് കുറച്ചും കൂടെ ബന്ധം ഏതിനായിരിക്കും? നോർമേറ്റീവ് എക്കണോമിക്സിനായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് ആണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതാണ് എന്താണ് മൈക്രോ, എന്താണ് മാക്രോ. പേരിൽ തന്നെയുണ്ട് മൈക്രോ, ചെറിയൊരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. മാക്രോ എന്തോ വലിയ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. നമുക്ക് അതിന്റെ മേജർ ഡിഫറൻസ് ഒന്ന് നോക്കാം. മൈക്രോ എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് വേർഡായ മൈക്രോസിൽ നിന്നാണ്. അതിന്റെ മീനിങ് സ്മോൾ എന്നാണ്. മാക്രോ എന്ന് പറഞ്ഞ ഒരു വേർഡും ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് വേർഡായ മാക്രോസിൽ നിന്നാണ്. അതിന്റെ മീനിങ് ലാർജ് എന്നാണ്. സോ സ്മോൾ സ്റ്റഡിയും മറ്റേതെന്താണ്? ലാർജ് സ്റ്റഡിയും. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫേം, ഹൗസ് ഹോൾഡ്, അങ്ങനെ ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കും. മാക്രോയിലാണെങ്കിലോ ദ എക്കോണമി ആസ് എ ഹോൾ, എക്കോണമിയെ മൊത്തത്തിലും ആണ് പഠിക്കുന്നത്. അല്ലാതെ ഈ ഹൗസ് ഹോൾഡ് എന്ന് മാത്രമോ ഫേം എന്ന് മാത്രമോ അല്ല, എക്കോണമിയെ മൊത്തത്തിൽ പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. ഞാനിപ്പോ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയെ കുറിച്ച് മാത്രം പഠിക്കുവാണെങ്കിൽ അതെന്താ? മൈക്രോ എക്കണോമിക്സും. ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ അതെന്താണ്? മാക്രോ എക്കണോമിക്സും ആണ്. സോ എക്കോണമിയെ ഒരു കുട്ടിയെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ മൈക്രോ എക്കോണമിക്സും, എക്കോണമിയെ മൊത്തത്തിൽ പഠിക്കുവാണെങ്കിൽ അതെന്താണ്? മാക്രോ എക്കണോമിക്സും. അതുകൊണ്ട് തന്നെ മൈക്രോയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്കണോമിക് ഡിസിഷനെയോ ബിഹേവിയറിനെ ആയിരിക്കും. ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ചാണെങ്കിൽ ആ കുട്ടിയുടെ മാത്രമുള്ള ബിഹേവിയർ എന്തായിരിക്കും, ഏതാണ്, ആ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയറിനെ അപ്രോച്ചിനെ കുറിച്ച് പഠിക്കും. എന്നാൽ മാക്രോയിൽ എങ്ങനെയാണ്? അഗ്രിഗേറ്റ് എക്കോണമിയും അഗ്രിഗേറ്റ് എക്കോണമിക് ചേഞ്ച് അല്ലെങ്കിൽ ട്രെൻഡ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അഗ്രിഗേറ്റിന്റെ മീനിങ് എന്താ? ടോട്ടൽ എന്നാണ്. ടോട്ടൽ എക്കോണമിയെ കുറിച്ചിട്ടും എക്കോണമിയിൽ വരുന്ന ചേഞ്ചസിനെ ഒക്കെ കുറിച്ചിട്ടാണ് എന്തിൽ പഠിക്കുന്നത്? മാക്രോയിൽ പഠിക്കുന്നത്. ഈ മൈക്രോയിൽ ഒരു സ്പെസിഫിക് യൂണിറ്റിനെ പഠിക്കുമ്പോൾ മാക്രോയിൽ എന്താണ്? ഒരു ടോട്ടൽ എക്കണോമിക് യൂണിറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ മൈക്രോയില് ഇപ്പം ഏതെങ്കിലും ഒരു ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ്, ഇൻഡിവിജ്വൽ സേവിങ്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെന്റ്, ഇൻഡിവിജ്വൽ കൺസംഷൻ, അവിടെ എന്താ? ഇൻഡിവിജ്വൽ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്കണോമിക് യൂണിറ്റ്സ് ആ പറയുന്നത്. പക്ഷെ നേരെ തിരിച്ച് മാക്രോയിൽ വരുമ്പോൾ നാഷണൽ സേവിങ്, നാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, നാഷണൽ കൺസംഷൻ ഒക്കെയാണ് വരുന്നത്. ഒരു ദേശത്തിന്റെ സേവിങ്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു അപ്രോച്ചിൽ എത്തുന്നു. സോ മൈക്രോയില് ഒരു ഇൻഡിവിജ്വൽ ആസ്പെക്റ്റും മാക്രോയില് എക്കോണമി ആസ്പെക്റ്റുമാണ് വരുന്നത്. മൈക്രോയില് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സപ്ലൈ, ഡിമാൻഡ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, പല മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണെങ്കിൽ മാക്രോയില് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ടോട്ടൽ ഡിമാൻഡ്, നമ്മുടെ എക്കോണമിയെ മൊത്തത്തിലുള്ള ഡിമാൻഡ്, മൊത്തത്തിലുള്ള സപ്ലൈ, എക്കോണമിയുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലെവൽസ് എന്താണ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇവിടെ ഒരു ഇൻഡിവിജ്വലിന്റെ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് പഠിക്കുമ്പോൾ അവിടെ എങ്ങനെ? അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സോ ഒന്നുമില്ല, മൈക്രോ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡി, മാക്രോ എന്ന് പറയുമ്പോൾ ലാർജ് കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്. അതായത് മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കോണമിയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും എടുത്ത് പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എന്ന് പറയുമ്പോൾ എക്കോണമിയെ ആസ് എ ഹോൾ, എക്കോണമിയുടെ അഗ്രിഗേറ്റ് ആയിട്ട് എക്കോണമിയിൽ ടോട്ടലി ഉണ്ടാകുന്ന ചേഞ്ച്, എക്കോണമിയെ മൊത്തത്തിൽ പഠിക്കുന്നതായിരിക്കും എന്ത്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ് സ്റ്റോക്സ് ആൻഡ് ഫ്ലോ. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സ്റ്റോക്കും ഫ്ലോയും രണ്ടും വേരിയബിൾസ് ആണ്. വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് വരുന്ന ഫാക്ടേഴ്സിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്.
സ്റ്റോക്കും ഫ്ലോയും രണ്ടും വേരിയബിൾസ് ആണ്. പക്ഷെ ഇതിനെ മെഷർ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. സ്റ്റോക്ക് എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമും, ഫ്ലോ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ മെഷർ ചെയ്യുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈമിലുമാണ്. സ്റ്റോക്ക് മെഷർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, 1 ജാനുവരി 2023 ഈ റിസർവിയറിൽ എത്രത്തോളം വെള്ളമുണ്ട്. 1 ജാനുവരി 2023 ഈ സംഭരണിയിൽ എത്ര വെള്ളമുണ്ടെന്ന് വെച്ചാൽ അത് സ്റ്റോക്കാ. അത് ഈ വർഷമല്ല, അടുത്ത വർഷം ആണെങ്കിലും അതിന്റെ അടുത്ത വർഷം ചോദിച്ചാലും 1 ജാനുവരി 2023 എന്താ ആ പറഞ്ഞ അത്രയും വെള്ളം മാത്രമേ അവിടെ കാണത്തുള്ളൂ. സോ അതൊരു പോയിന്റിലാണ് മെഷർ ചെയ്യുന്നത്. പക്ഷെ ഫ്ലോ എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിലാണ്. പെർ അവർ, പെർ മന്ത്, പെർ വീക്ക്, പെർ ഇയർ, അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് എന്ത് മെഷർ ചെയ്യുന്നത്, ഫ്ലോ മെഷർ ചെയ്യുന്നത്. ഞാനിപ്പോ ചോദിക്കുവാണ്, ഇപ്പം പെർ അവറില് എത്രത്തോളം വെള്ളം ഈ ഒരു റിസർവിയറിൽ ഫ്ലോ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. എന്താണ് പെർ അവറിൽ എത്രത്തോളം വെള്ളം ഫ്ലോ ചെയ്യുന്നു. ഈ ഒരു മണിക്കൂറിൽ ഫ്ലോ ചെയ്ത അതേ വെള്ളം ആയിരിക്കത്തില്ല അടുത്ത മണിക്കൂറിൽ ഫ്ലോ ചെയ്യുന്നത്. ചിലപ്പോൾ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അതിന്റെ അടുത്ത ഒരു മണിക്കൂറിൽ അങ്ങനെയല്ല, വീണ്ടും അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം. സോ ഫ്ലോയിൽ എന്ത് വരും, ചേഞ്ച് വരുന്നുണ്ട്. ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് മെഷർ ചെയ്യുന്നത്. ഫ്ലോ ഡൈനാമിക് കോൺസെപ്റ്റ് ആണ്. ഫ്ലോയിൽ ചേഞ്ച് വരും. ഈ ഒരു മണിക്കൂറിൽ ഫ്ലോ ചെയ്യുന്ന വെള്ളം ആയിരിക്കത്തില്ല അടുത്തൊരു മണിക്കൂറിൽ, അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അതിന്റെ അടുത്ത മണിക്കൂറിലും അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം. സോ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് കോൺസെപ്റ്റും സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താ, സ്റ്റാറ്റിക് കോൺസെപ്റ്റാ. അതിന് മാറ്റമില്ല. ഏത് വർഷം ചോദിച്ചാലും 1 ജാനുവരി 2023 എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 2024-ലും 2025-ലും 2026-ലും എത്ര ചോദിച്ചാലും എന്താ അതിൽ മാറ്റം വരുന്നില്ല. സോ സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് കോൺസെപ്റ്റും ഫ്ലോ എന്ന് പറയുന്നത് എന്താ, ഡൈനാമിക് കോൺസെപ്റ്റുമാണ്. സ്റ്റോക്കിന് ടൈം ഡയമെൻഷൻ ഇല്ല, ഫ്ലോയ്ക്ക് എന്താ ടൈം ഡയമെൻഷൻ ഉണ്ട്. പെർ അവർ, പെർ മന്ത്, പെർ ഇയർ എന്നൊരു ടൈം ഡയമെൻഷൻ ഉണ്ട്. സ്റ്റോക്കിന് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ വെൽത്ത് ഇപ്പൊ പറയുന്ന ഈ പറഞ്ഞ പോലെ തന്നെ 1 ജാനുവരി 2023 നിന്റെ വെൽത്ത് എത്രയാന്ന് വെച്ചാൽ ആ വെൽത്തിന് എന്താ, സമ്പത്തിന് മാറ്റം വരുന്നില്ല. നമ്മുടെ ആസ്തി എത്രയാന്ന് വെച്ചാൽ അതിന് മാറ്റം വരുന്നില്ല. അതേപോലെ തന്നെ ക്യാപിറ്റൽ, ഞാനൊരു ബിസിനസ് തുടങ്ങിയപ്പോൾ നടത്തുന്ന ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഞാൻ 2022 ജാനുവരി 1 ഒരു ബിസിനസ് തുടങ്ങിയതെങ്കിൽ അപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും എന്ത് തന്നെ ആയിരിക്കും, ആ സെയിം തന്നെ ആയിരിക്കും. ആ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. സോ ഈ ഒരു വെൽത്ത്, ക്യാപിറ്റൽ എല്ലാം സ്റ്റോക്കിന് എക്സാമ്പിൾ ആണെങ്കിൽ ഫ്ലോയിൽ വരുമ്പോഴത്തേക്കോ ഇൻകംസ്, എക്സ്പെൻഡിച്ചർ, സേവിങ് അതെല്ലാമാണ്. ഒരു ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് പെർ വീക്കിൽ കിട്ടാം, പെർ മന്ത്ലി കിട്ടാം, പെർ ഇയറിൽ വരാം. അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴും പെർ മന്ത്, പെർ ഇയറിലെല്ലാം എന്താണ് ചേഞ്ച് വരും. സേവിങ്സ്, നമുക്ക് എല്ലാ മാസവും ഇപ്പൊ 5000 രൂപ തന്നെ സേവ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെലവാക്കേണ്ടി വന്നു, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നു, കുറച്ച് പൈസ സേവിങ്സിൽ നിന്നും കൂടെ എടുക്കേണ്ടി വരുന്നു. സോ അതെല്ലാം എന്താണ്, ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ചേഞ്ച് വരാത്തത് സ്റ്റോക്കും, ചേഞ്ച് വരുന്നത് ഫ്ലോയും. സ്റ്റോക്ക് മെഷർ ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിലും, ഫ്ലോ മെഷർ ചെയ്യുന്നത് പീരിയഡ് ഓഫ് ടൈമിലും. ഫ്ലോ ഡൈനാമിക് കോൺസെപ്റ്റ് ആണ്, സ്റ്റോക്ക് സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ്. സ്റ്റോക്കിന് ടൈം ഡയമെൻഷൻ ഇല്ല, ഫ്ലോയിൽ എന്തുണ്ട്, ടൈം ഡയമെൻഷൻ ഉണ്ട്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. സ്റ്റാറ്റിക് എക്കണോമിക്സും ഉണ്ട്, ഡൈനാമിക് എക്കണോമിക്സും ഉണ്ട്. എക്കണോമിക്സിന് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, സ്റ്റാറ്റിക് എക്കണോമിക്സും ഡൈനാമിക് എക്കണോമിക്സും. സ്റ്റാറ്റിക് എക്കണോമിക്സ് എന്ന് പറയുമ്പം അതിനകത്ത് പറയുന്നത് നമ്മുടെ എക്കോണമിയിലെ മൂവ്മെന്റ് കണ്ടിന്യൂസും റെഗുലറും കോൺസ്റ്റന്റുമാണ്. ഈ മാസം നമ്മുടെ എക്കോണമി എങ്ങനെയാണോ പോയത് അത് തന്നെയായിരിക്കും അടുത്ത മാസം പോകുന്നത്. ഈ വർഷം നമ്മുടെ എക്കോണമി എങ്ങനെയാണോ ഇതുപോലെ തന്നെയായിരിക്കും അടുത്ത വർഷം നമ്മുടെ എക്കോണമി. അതൊരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ്, അവിടെ ചേഞ്ച് വരുന്നില്ല. ഇപ്പം എങ്ങനെ പോകുന്നു അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത്. പക്ഷെ ഡൈനാമിക് കോൺസെപ്റ്റ് അങ്ങനെയല്ല, കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആണ്. അവിടെ പറയുന്നുണ്ട് എക്കോണമിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്, എക്കോണമിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് വരുന്നെല്ലാം എന്തിൽ പറയും, ഡൈനാമിക് കോൺസെപ്റ്റിൽ പറയുന്നുണ്ട്. എന്നാൽ സ്റ്റാറ്റിക് കോൺസെപ്റ്റിൽ ഒരിക്കലും എക്കണോമിക്സിന് ചേഞ്ച് വരും എന്ന് പറയുന്നില്ല. സ്റ്റാറ്റിക് എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരിക്കലും ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് എക്കണോമിക്സിൽ വരുന്നു അല്ലെങ്കിൽ എക്കോണമിയിൽ വരുന്നു എന്നതിനെ സമ്മതിക്കുന്നില്ല. പക്ഷെ ഡൈനാമിക് എക്കണോമിക്സ് അങ്ങനെയല്ല പറയുന്നത്.
അൺഎക്സ്പെക്ടഡ് ചേഞ്ച് എക്കോണമിയിൽ വരുന്ന ഡൈനാമിക് എക്കണോമിക്സ് സമ്മതിക്കുന്നുണ്ട്. സോ സ്റ്റാറ്റിക് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താ? എക്കണോമിക്സിലെ ചേഞ്ച് റെഗുലറും കണ്ടിന്യൂസുമാണ്, അതിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചും വരില്ല എന്ന് പറയുന്നു. എന്നാൽ ഡൈനാമിക് എക്കണോമിക്സ് എന്ത് പറയുന്നു? എക്കോണമിയുടെ കണ്ടീഷനിൽ ചേഞ്ച് വരും, എക്കോണമിയിൽ അൺഎക്സ്പെക്ടഡ് ചേഞ്ചസ് വരും എന്ന് ഡൈനാമിക് എക്കണോമിക്സിൽ പറയുന്നുണ്ട്. സ്റ്റാറ്റിക് എക്കണോമിക്സിൽ എക്കോണമിയുടെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ഫ്യൂച്ചറിൽ എന്ന് പറയുന്നു. എന്നാൽ ഡൈനാമിക് എക്കണോമിക്സിലോ എക്കോണമിയുടെ കണ്ടീഷനിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും, ഇപ്പം ഉള്ളതുപോലെ ആയിരിക്കത്തില്ല ഫ്യൂച്ചറിലെ എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുന്നു. ഇനി സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു ഇക്വിലിബ്രിയം പോയിന്റിനെ കുറിച്ച് മാത്രം പറയുന്നു. ഒരു പെർട്ടിക്കുലർ ഇക്വിലിബ്രിയം പോയിന്റിൽ എക്കോണമി എത്തി എന്ന് മാത്രം പറയുന്നു. പക്ഷെ ഡൈനാമിക്സിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു ബാലൻസിങ് സ്റ്റേറ്റിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് പല ഡിസിക്വിലിബ്രിയം ഉണ്ടായിട്ടുണ്ട്, ഒരു അൺബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും നേരെ നമുക്ക് വന്നിട്ട് അങ്ങ് ബാലൻസിങ് പൊസിഷനിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ കുറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം ഡൈനാമിക് എക്കണോമിക്സിൽ കാണാം. അതായത് ഡൈനാമിക് എക്കണോമിക്സിനകത്ത് ഇക്വിലിബ്രിയത്തെ കുറിച്ച് മാത്രമല്ല ഡിസ്ഇക്വിലിബ്രിയത്തെ കുറിച്ചും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഡിസ്ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഇക്വിലിബ്രിയത്തിൽ എത്തിയത് എന്ന് ഡൈനാമിക് എക്കണോമിക്സിൽ പറയുന്നുണ്ട്. എന്നാൽ സ്റ്റാറ്റിക്കിലോ ജസ്റ്റ് നമ്മൾ ഈ പോയിന്റ് ആയപ്പോൾ ഇക്വിലിബ്രിയത്തിലായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ സ്റ്റാറ്റിക്കിലെ മൂവ്മെന്റ് കണ്ടിന്യൂസും റെഗുലറുമാണ്, അവിടെ ഒരു അൺഎക്സ്പെക്ടഡ് ചേഞ്ചസ് വരില്ല എന്നാണ് പറയുന്നത്. ഡൈനാമിക് എക്കണോമിക്സ് അങ്ങനെയല്ല, റിയൽ വേൾഡുമായിട്ട് റിലേറ്റഡ് ആണ്. എക്കോണമിയിൽ കണ്ടിന്യൂസ് ചേഞ്ച് വരും, അൺഎക്സ്പെക്ടഡ് ചേഞ്ച് വരും എന്നതിനെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു പെർട്ടിക്കുലർ ഇക്വിലിബ്രിയത്തിൽ എത്തി എന്നത് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഡൈനാമിക് എക്കണോമിക്സിൽ എങ്ങനെയാണോ നമ്മൾ ആ ഡിസിക്വിലിബ്രിയത്തിൽ നിന്ന് ഇക്വിലിബ്രിയത്തിൽ എത്തിയത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതോടെ നമ്മുടെ കോൺസെപ്റ്റ്സ് തീർന്നിരിക്കുവാണ്. ഇന്ന് നമ്മൾ മെയിൻലി പറഞ്ഞത് എക്കണോമിക്സ് മെത്തഡോളജി തൊട്ടാണ്. എന്താണ് എക്കണോമിക്സ് മെത്തഡോളജി? എക്കണോമിക്സിന് ഒരു സയന്റിഫിക് നേച്ചർ ഉണ്ടെന്ന് പറയുന്നു. സയൻസിനെ പോലെ എക്കണോമിക്സിലെ ഫാക്ടേഴ്സിനെയും ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തതാണെന്ന് പറയുന്നു. പിന്നെ എക്കണോമിക് ലോസിനെല്ലാം എന്താ ഉണ്ട്? ലോസ് എന്ന് വെച്ചാൽ എന്താ? നിയമങ്ങൾ. എക്കണോമിക്സിലെ എല്ലാ ലോസിനും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മണിയുമായിട്ട് റിലേഷൻ ഉണ്ട്. ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻ ആണ് എക്കണോമിക് ലോസിൽ പറയുന്നത്. ദെൻ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടറിൽ നിന്ന് ജനറൽ കൺക്ലൂഷനിലെത്തുന്നു. ഡിഡക്റ്റീവിന്നോ ജനറൽ ഫാക്ടേഴ്സിൽ നിന്ന് സ്പെസിഫിക് കൺക്ലൂഷനിൽ എത്തുന്നു. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ബാലൻസിങ് സ്റ്റേറ്റ് എന്നാണ്. ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് മാറാൻ തോന്നത്തില്ല. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. പോസിറ്റീവ് വേഴ്സസ് നോർമേറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഫാക്ട്സിനെ ബേസ് ചെയ്ത് ഒരു ലോ ഫോർമുലേറ്റ് ചെയ്യുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നൊരു വാല്യൂ ജഡ്ജ്മെന്റ് അവിടെ ഇല്ല. നോർമേറ്റീവ് എക്കണോമിക്സ് ഒരു ലോ ഫോർമുലേറ്റ് ചെയ്താൽ അതിനകത്ത് അത് ശരിയാണോ തെറ്റാണോ, ഇതിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊരു വാല്യൂ ജഡ്ജ്മെന്റ് നടക്കുന്നുണ്ട്. ദെൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നു. മാക്രോയിലാണെങ്കിലോ എക്കോണമി ആസ് എ ഹോൾ മൊത്തത്തിൽ പഠിക്കുന്നു. ദെൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സ്റ്റോക്ക് മെഷർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലും ഫ്ലോ മെഷർ ചെയ്യുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈമിലുമാണ്. സ്റ്റാറ്റിക് എക്കണോമിക്സ് ആൻഡ് ഡൈനാമിക് എക്കണോമിക്സ്. സ്റ്റാറ്റിക് എക്കണോമിക്സിനകത്ത് പറയുന്നു എക്കോണമിയുടെ മൂവ്മെന്റ് കണ്ടിന്യൂസും റെഗുലറുമാണ്, അതിൽ യാതൊരു ചേഞ്ചും വരത്തില്ല, എക്കോണമിയിൽ ഒരു അൺഎക്സ്പെക്ടഡ് ചേഞ്ച് ഒന്നും വരില്ലെന്ന് പറയുന്നു. എന്നാൽ ഡൈനാമിക് എക്കണോമിക്സ് കുറച്ചും കൂടെ റിയാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എക്കോണമിയിലെ മൂവ്മെന്റ് കണ്ടിന്യൂസ് അല്ല, എക്കോണമിയിൽ ചേഞ്ചസ് വരും, അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ചേഞ്ചും എക്കണോമിയിൽ വരും എന്നാണ് പറയുന്നത്. ഇനി നമ്മളിവിടെ ഇത് ഇത്രയുമാണ്. നമ്മൾ ഇതോടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ സ്കേഴ്സിറ്റി പഠിച്ചു, സെൻട്രൽ പ്രോബ്ലംസ് പഠിച്ചു, PPC കർവ് പഠിച്ചു, ഇപ്പൊ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് പഠിച്ചു. അതുപോലെ തന്നെ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സിൽ കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഇവിടെ ഞാൻ കാണിക്കുവാണ്. ജൂൺ 2022 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, 3 മാർക്കിനാണ്. എന്തൊക്കെയാ സെൻട്രൽ പ്രോബ്ലംസ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എളുപ്പമല്ലേ? അതൊന്ന് ഡിസ്കസ് ചെയ്യുക, എഴുതുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഷോ ഹൗ ക്യാൻ എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ബി യൂസ്ഡ് ടു സോൾവ് ദ സം ഓഫ് ദ സെൻട്രൽ പ്രോബ്ലംസ്.
സെൻട്രൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ എങ്ങനെ PPC കർവ് യൂസ് ചെയ്യാം? PPC കർവ് എന്ന് വെച്ചാൽ എന്താ? സെയിം റിസോഴ്സും ടെക്നോളജിയും യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ കാണിക്കുന്ന കർവ് ആണ് PPC കർവ്. PPC കർവ് യൂസ് ചെയ്ത് എങ്ങനെയാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാം. ഇതിന് ജസ്റ്റ് ഞാനൊരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യം വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ എന്താ? ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വേണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ ആയിട്ട് ഡയഗ്രാം നോക്കുക. അവിടെ വാർ ഗുഡ്സും സിവിലിയൻ ഗുഡ്സും എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നില്ലേ? ഇപ്പൊ എക്കോണമിയിൽ ഒരു വാറിന്റെ സമയമാണെന്ന് വിചാരിക്കുക, ഒരു യുദ്ധകാലമാണെന്ന് വിചാരിക്കുക. വാർ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ? ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗുഡ്സ്. സിവിലിയൻ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? നോൺ വാർ ഗുഡ്സ് ആണ്. അതായത് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, അതൊക്കെയാണ് സിവിലിയൻ ഗുഡ്സ്. ഇപ്പൊ ഒരു വാർ ടൈമിൽ നമ്മൾ ഗുഡ് വൈ ആക്സിസിൽ മെഷർ ചെയ്യുന്നത് വാർ ഗുഡ്സും എക്സ് ആക്സിസിൽ മെഷർ ചെയ്യുന്നത് സിവിലിയൻ ഗുഡ്സുമാണ്. ഇപ്പൊ ഒരു വാർ ടൈം ആണെങ്കിൽ നമ്മൾ ആ വൈ ആക്സിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത്. അതായത് ആ വാർ ഇഷ്യൂ പോയിന്റ് എ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. കാരണം എന്താ? വാർ ടൈം ആണ്, മെജോറിറ്റി വേണ്ടത് വാർ റിലേറ്റഡ് ഗുഡ്സ് ആണ്. സോ നമ്മൾ ആ വൈ ആക്സിസുമായിട്ട് റിലേറ്റ് ചെയ്ത വാർ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത എ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി വാർ ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്, നോൺ വാർ പീരീഡ് ആണെങ്കിൽ നമ്മൾ ആ ബി എന്ന് പറയുന്ന പോയിന്റിലെ ഗുഡ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഡിഫൻസ് എക്യുപ്മെന്റ്സിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പം നോൺ വാർ ഇഷ്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ സിവിലിയൻ ഗുഡ്സ്, അതായത് ബി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. PPC കർവ് ഉപയോഗിച്ച് എങ്ങനെ സെൻട്രൽ പ്രോബ്ലത്തിനെ റെപ്രസെന്റ് ചെയ്യാന്നാണ് ചോദ്യം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് ടു പ്രൊഡ്യൂസ്. അപ്പൊ PPC കർവിൽ കാണിക്കുന്ന എന്താ? രണ്ട് ടൈപ്പ് ഓഫ് ഗുഡിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ് കാണിക്കുന്നത്. സോ ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഗുഡ് എടുത്തു, വാർ ഗുഡും എടുത്ത് സിവിലിയൻ ഗുഡും എടുത്തു. സോ വാർ ഇഷ്യൂന്റെ സമയത്താണെങ്കിൽ, വാർ പീരീഡിന്റെ സമയത്താണെങ്കിൽ ഗുഡ് എ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗുഡ് എ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ? വാർ ഗുഡ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, സിവിലിയൻ ഗുഡ്സ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി നോൺ വാർ പീരീഡ് ആണ്, വാർ ഒന്നും ഇല്ലാത്ത പീരീഡ് ആണെങ്കിൽ എന്താണ്? നമ്മൾ ഗുഡ് ബി ആണ്, പോയിന്റ് ബി പ്രൊഡ്യൂസ് ചെയ്യും. അതായത് സിവിലിയൻ ഗുഡ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, വാർ ഗുഡ്സ് കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഇനി അത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ്. നമ്മൾ PPCയിൽ 3 പോയിന്റ് ഒക്കെ പഠിച്ചായിരുന്നു. PPCയുടെ അകത്തെ പോയിന്റ്, പുറത്തെ പോയിന്റ്, PPCയിലെ പോയിന്റ്. ഇപ്പൊ നമ്മള് ഇവിടെ ആ ലാസ്റ്റ് കിടക്കുന്ന ഒബ്സൊലീറ്റ് ടെക്നോളജി ആണെങ്കിൽ എന്താണ്? ഇപ്പൊ നമ്മൾ PPC കർവ് ഉപയോഗിച്ച് നോക്കുന്നു, നമ്മുടെ ടെക്നോളജി ആ ഒബ്സൊലീറ്റ് ടെക്നോളജി എന്ന് പറയുന്ന പോയിന്റിൽ കിടക്കുവാണ്. അതിന്റെ അർത്ഥം നമ്മൾ ടെക്നോളജിയെ മാക്സിമം യൂസ് ചെയ്തിട്ടില്ല, ഇനിയും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം എന്ന് എന്തിൽ കൂടെ നമുക്ക് മനസ്സിലായി? PPC കർവിൽ കൂടെ മനസ്സിലായി. സോ കൂടുതൽ ടെക്നോളജി എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നമ്മുടെ ടെക്നോളജി ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ എന്താണ്? നമുക്ക് മനസ്സിലാവും മോഡറേറ്റ് ടെക്നോളജി ആണ്, നമ്മൾ ഒരുവിധം കുഴപ്പമില്ലാതെ യൂസ് ചെയ്യുവാണ്. പക്ഷെ എന്താണ്? ഇനിയും ചാൻസസ് ഉണ്ട്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് അവിടെ പറയുന്നത്. ഇനി പോയിന്റ് സിയിലാണെങ്കിൽ എന്താണ്? ഒരു ഒപ്റ്റിമൽ യൂസ് ഓഫ് ടെക്നോളജി ആണ്. നമ്മുടെ ടെക്നോളജീസിനെ മാക്സിമം യൂസ് ചെയ്ത പോയിന്റ് ആണ് എന്ത് വരുന്നത്? പോയിന്റ് സിയിൽ വരുന്നത്. സോ പോയിന്റ് എയിൽ വന്ന ഒബ്സല്യൂട്ട് ടെക്നോളജി ആണ്, പോയിന്റ് ബിയിൽ വന്ന മോഡറേറ്റ് ടെക്നോളജി ആണ്, പോയിന്റ് സിയിൽ വന്ന PPCയിലായതുകൊണ്ട് തന്നെ ഒപ്റ്റിമം ടെക്നോളജി ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത എന്തായിരുന്നു? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. 2 പേരാണുള്ളത്. ആരൊക്കെയാണ്? ഇപ്പം ഞാൻ എടുക്കുന്നു, റിച്ച് പേഴ്സണും എടുക്കുന്നു, പൂർ പേഴ്സണും എടുക്കുന്നു. പണക്കാരനെ എടുക്കുന്നു, പാവപ്പെട്ടവനെ എടുക്കുന്നു. സോ പാവപ്പെട്ടവന് വേണ്ടി നെസസറി ഗുഡ്സ് വൈ ആക്സിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പണക്കാരന് വേണ്ടി ലക്ഷറിയസ് ഗുഡ് എക്സ് ആക്സിസിലും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം ഒരു പ്രൊഡ്യൂസർ പോയിന്റ് ബി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു പ്രൊഡ്യൂസർ റിച്ചിന്റെ പ്രിഫറൻസ് മാത്രമാണ് നോക്കുന്നത്. സോ ലക്ഷറിയസ് ഐറ്റംസ് ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇനി അല്ല, പോയിന്റ് എ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒരു പ്രൊഡ്യൂസർ പുവറിനെയാണ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. സോ പുവറിന്റെ ഗുഡ് ആണ് കൂടുതൽ, അല്ലെങ്കിൽ നെസസറി ഗുഡ് ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് കൺക്ലൂഷനിലെത്താം. എങ്ങനെയാണ്? 2 പേര്, റിച്ച് എന്ന് പറയുന്ന ഒരു പേഴ്സണും ഉണ്ട്, പുവർ പേഴ്സണും ഉണ്ട്. അപ്പം വൈ ആക്സിസിൽ നെസസറി ഗുഡും എക്സ് ആക്സിസിൽ ലക്ഷറിയസ് ഗുഡും ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറയുവാനും പോയിന്റ് ബി ആണെങ്കിൽ നമുക്ക് അവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഗുഡ് എക്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ലക്ഷറിയസ് ഗുഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് റിച്ചിനെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്.
പോയിന്റ് എ ആണെങ്കിൽ അവിടെ നെസസറി ഗുഡാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പൂവറിനെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ PPC ഉപയോഗിച്ച് ആ 3 സെൻട്രൽ പ്രോബ്ലത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ വാട്ട് ടു പ്രൊഡ്യൂസ്, വാർ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണോ സിവിലിയൻ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത്തെ ഹൗ ടു പ്രൊഡ്യൂസ്, ഏത് ടെക്നോളജിയാണ് PPCയിലെ പോയിന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെന്ന്, ടെക്നോളജിയിൽ എഫിഷ്യന്റ് ആണോ അല്ലേ എന്നുള്ളത്. ഗുഡ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, റിച്ച് പീപ്പിളിനെ കൺസിഡർ ചെയ്യണോ പൂർ പീപ്പിളിനെ ആണോ കൺസിഡർ ചെയ്യുന്നത് എന്നും നമുക്ക് എന്താണ് PPC യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡസ് മാസീവ് അൺഎംപ്ലോയ്മെന്റ് ഷിഫ്റ്റ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ടു ഇറ്റ്സ് ലെഫ്റ്റ്? നമ്മൾ പറഞ്ഞായിരുന്നു PPC കർവ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അപ്വേർഡും ഡൗൺവേർഡും ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ മാസീവ് അൺഎംപ്ലോയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അൺഎംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ആണ്. അൺഎംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സ് വരുമ്പോൾ PPC കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമോ? PPCയിലെ 3 പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. PPCയിലാണ് പോയിന്റ് എങ്കിൽ എന്താണ്, അവിടെ ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ് ആണ്. PPCയുടെ അകത്താണ് പോയിന്റ് എങ്കിൽ അണ്ടർ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ആണ്. അപ്പൊ അവിടെ PPCക്ക് അകത്തെ പോയിന്റ് അല്ലേ ഇത്, അൺഎംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്. സോ ഇൻസൈഡ് ദ PPC പോയിന്റ് ആണിത്. അതുകൊണ്ട് ഈ PPCയിൽ എന്ത് വരുന്നില്ല, ഷിഫ്റ്റ് വരില്ല. കാരണം ആ പോയിന്റ് എവിടെയാണ് വരുന്നത്, PPCയുടെ അകത്താണ്. PPC പഠിപ്പിച്ച വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക. PPCയിൽ 3 പോയിന്റ് പറഞ്ഞു. PPCയിലെ പോയിന്റ് ആണെങ്കിൽ റിസോഴ്സസിന് ഒപ്റ്റിമം യൂസ് ചെയ്തു. PPCയുടെ അകത്താണെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. സോ PPC കർവില് ഷിഫ്റ്റ് വരില്ല. അടുത്തത് സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചത്. സ്റ്റോക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മെഷർ ചെയ്യുന്നു, ഫ്ലോ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ മെഷർ ചെയ്യുന്നു. ദെൻ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്, ഫാക്ട്സിനെ ബേസ് ചെയ്ത് അതുപോലെ ആ ഒരു സിറ്റുവേഷൻ അവതരിപ്പിക്കുന്നത് പോസിറ്റീവ് എക്കണോമിക്സ്. പിന്നെ നോർമേറ്റീവ് എന്ന് പറയുമ്പോഴോ എക്കോണമിയിൽ ചേഞ്ച് വരും, ഒരു വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നത് നോർമേറ്റീവ് എക്കണോമിക്സ്. നെക്സ്റ്റ്, can we use production possibility curve to demonstrate production under increasing and constant cost condition? Explain with the help of the diagram. അറിയാലോ കോസ്റ്റ് കണ്ടീഷൻ, ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ഇൻക്രീസിംഗ് MRT ആണെങ്കിൽ എന്തായിരിക്കും, കോൺകേവ് ഷേപ്പ് ആയിരിക്കും. കോൺസ്റ്റന്റ് MRT അല്ലെങ്കിൽ കോൺസ്റ്റന്റ് MOC ആണെങ്കിലോ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. രണ്ടും പഠിച്ചതാണ്, ഡയഗ്രമാറ്റിക്കലി തന്നെ പഠിച്ചതാണ്, അതാണ് എഴുതേണ്ടത്. Then, as long as resources are fully employed and every firm in the economy is producing its output using the best available technology, then the utilization of resources will be efficient. Do you agree with this statement? Explain your answer. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാനാണ് പറയുന്നത്. അതായത് നമ്മുടെ എക്കോണമിയിൽ തന്നിരിക്കുന്ന റിസോഴ്സസിന് മൊത്തത്തിൽ നമ്മൾ ഉപയോഗിച്ചു. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് മോഡേൺ ഒരു ഹൈടെക് ടെക്നോളജിയാണ്. അങ്ങനെയാണെങ്കിൽ റിസോഴ്സസിനെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട്? എന്താണ്, തന്നിരുന്ന റിസോഴ്സസിനെ ഫുള്ളി യൂസ് ചെയ്തു, ഇനി ഒരെണ്ണം പോലും ബാക്കിയില്ല. നമ്മൾ അതുപോലെ ഉപയോഗിച്ച ടെക്നോളജി എന്ന് പറയുന്ന മോസ്റ്റ് എഫിഷ്യന്റ് ടെക്നോളജി ഉപയോഗിച്ചു, അങ്ങനെ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഇവിടെ റിസോഴ്സസിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തോ ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പൊ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് എഗ്രി ചെയ്യുന്നില്ല. കാരണം തന്നിരിക്കുന്ന റിസോഴ്സസിനെ ഫുള്ളി യൂസ് ചെയ്തു, ഓക്കെ. ടെക്നോളജിയും നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തു, ഓക്കെ. പക്ഷെ എന്നാലും എക്കോണമിയിൽ വേറെയും പല ഡിസ്റ്റർബൻസ് ഉണ്ട്. എക്കോണമിയിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കാം. എക്കോണമിയിൽ ചേഞ്ചസ് വരുമ്പോൾ ഈ പറഞ്ഞ റിസോഴ്സ്, ഈ തന്നിരിക്കുന്ന റിസോഴ്സസ് പോരായ്മയായിട്ട് വരാറുണ്ട്. പിന്നെ എക്കോണമിയിൽ എക്സ്റ്റേണാലിറ്റീസ് പ്രോബ്ലംസ് ഉണ്ട്. എക്കോണമി എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റന്റ് കണ്ടീഷൻ അല്ല, ഇന്നത്തെ ആവശ്യമല്ല നാളെ എക്കോണമിക്കുള്ളത്. സോ ഇത്ര റിസോഴ്സസ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാലും അത് ചിലപ്പോൾ പോരായ്കയായിട്ട് വരാം, ഇനിയും റിസോഴ്സസ് വേണ്ടി വരും. നാളത്തെ കാര്യം നോക്കുവാണെങ്കിൽ എക്കോണമിയുടെ കണ്ടീഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ ഒരിക്കലും തന്നിരിക്കുന്ന റിസോഴ്സസ് ഫുള്ളി യൂസ് ചെയ്തു, ടെക്നോളജിയെ ഫുള്ളി യൂസ് ചെയ്തു, അതിന്റെ മീനിങ് റിസോഴ്സസിനെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തു എന്നല്ല. കാരണം എക്സ്റ്റേണാലിറ്റി പ്രോബ്ലംസ് ഉണ്ട്, എക്കോണമിക് ചേഞ്ചസ് പ്രോബ്ലം ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോബ്ലംസ്. ഇപ്പൊ റിച്ച് പീപ്പിളിനെ എല്ലാം കിട്ടത്തോളും, പൂവറിനെ എല്ലാം അത്രയും കിട്ടത്തില്ല. സോ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഇനീക്വാളിറ്റി വരുന്നുണ്ട്. അങ്ങനെ ഈ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്റ്റേണാലിറ്റി, മാർക്കറ്റ് ചേഞ്ചസ് ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, ശരിയാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല.
സോ ഇതൊക്കെയാണ് മെയിൻലി ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്. വളരെ സിമ്പിൾ ഒരു യൂണിറ്റ് ആണ്. കുറെ കോൺസെപ്റ്റ് മാത്രമാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഈ കോൺസെപ്റ്റിനെ മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കാൻ നിൽക്കരുത്. എന്തൊക്കെയാണോ ആ കോൺസെപ്റ്റ് അതിനെ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും ആ 2 വീഡിയോസും കാണുക. ഇതിന് മുമ്പത്തെ വീഡിയോയും കാണുക, അതിനുശേഷം മാത്രം ഇത് കാണുക. അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി വരില്ല. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി സെക്കൻഡ് യൂണിറ്റിന്റെ വീഡിയോയിൽ കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.